എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 136. ഓക്കെ, എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഏതോ ഒരു മോൺസ്റ്ററിന്റെ അവർ അത് ഫോളോ ചെയ്ത് വന്ന ഷിയോന് കൂട്ടർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അത് ഡിസപ്പിയർ ആയി പോയി. അവർക്ക് മനസ്സിലായില്ല അവർ ഇപ്പോൾ സെൻട്രൽ ഫോറസ്റ്റിലാണ് വന്നത് എന്ന്. അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വാള് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷോങ് നടന്നാ പോകുമ്പോഴാണ് ഒരു ടെറിഫിക് എനർജി തട്ടി അകറ്റിക്കളയുന്നത്. ഷിയോൻ വന്ന് പിടിച്ച് ആ വാളിന് ചുറ്റുമായിട്ട് ഒരു ഷീൽഡ് ഉണ്ട്. ഷിയോൻ കണ്ടിട്ട് ഇത് പവർഫുൾ ബീസ്റ്റ് മരിക്കുന്നതിന് തൊട്ടും ഉണ്ടാകുന്ന സ്പിരിച്വൽ ബാരിയറാണ്, ഇതാണോ എന്നെ വിളിക്കുന്നത് എന്ന് കരുതി അവൾ അതിന് അടുത്തേക്ക് ചെന്നിട്ട് അതിനെ തൊടുന്നു. എന്നാൽ അവൾക്കൊന്നും പറ്റിയില്ല. ശിവൻ കണ്ടിട്ട് എനിക്ക് ഏൻഷ്യന്റ് പോയി ഡ്രാഗന്റെ ആകണം എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ആ പവർ കിട്ടിയപ്പോഴാണ് കുറച്ച് മെമ്മറി ഫോണിക്സും ഡ്രാഗനും തമ്മിൽ ഉള്ള ഒരു ഫൈറ്റിന്റെയാണ്. അത് കണ്ട് ഞെട്ടിപ്പോയി. ബാക്കിയുള്ളവർ എന്താണെന്ന് അറിയിച്ചു ചോദിക്കുമ്പോൾ ഇത് ഏൻഷ്യന്റ് പോയി ഡ്രാഗന്റെ മാത്രമല്ല ഏൻഷ്യന്റ് ഫോണിക്സിന്റെ കൂടിയാണ്. എനിക്ക് ഇതിനുള്ളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവളുടെ പവർ അത് ഉപയോഗിച്ച് അത് ബ്രേക്ക് ആക്കാൻ നോക്കി. ഏത് ഡ്രാഗൺ സീലിന്റെ പവർ അങ്ങനെ അത് ബ്രേക്ക് ആക്കി. അപ്പോൾ അവർ നിന്ന സ്ഥലം മറ്റൊരു പ്ലേസ് ആയിട്ട് മാറി. അതായത് അവർ വേറെ സ്ഥലത്തെത്തിയതുപോലെ ദൂരെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവരങ്ങോട്ട് പോവുകയാണ്. അവിടെ ഉള്ളത് ആ ഏൻഷ്യന്റ് ഡ്രാഗണും ഏൻഷ്യന്റ് ഫോണിക്സിന്റെ സ്റ്റാച്യൂസ് ആണ്. അവർ ഈ ഫൈറ്റ് ചെയ്ത് ഇവിടെയാണ് ഡെഡ് ആയതെന്ന് തോന്നുന്നു. അതിന്റെ അവസാനിപ്പാണ് അവിടെ ഉള്ളത്. അങ്ങനെ എനിക്ക് ഫോണിക്സ് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കാണും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. അവളുടെ ക്ലാനിലെ ഏൻഷ്യന്റ് ബുക്ക് അതിൽ വായിച്ച് മാത്രം കേട്ടിട്ടുള്ള ഒന്നാണിത്. ഇതെന്താണ് സംഭവം? രണ്ട് ഏൻഷ്യന്റ് ബീസ്റ്റുകളുടെ പവർ ചേർന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രാഗൺ ഡ്രൈവിനും ഫോണിക്സ് ഡ്രൈവിനും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ യഥാർത്ഥ എവോൾവ് ആയ ഡ്രാഗൺ ഓർ ഫോണിക്സ് ഫോമിലേക്ക് മാറ്റാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയ ഒന്നാണ് ഇത്. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഓക്കെ, അത് ഡ്രാഗൺ ഐലൻഡിലേക്ക് കൊണ്ടുപോകണം. ഫോണിക്സിന്റെ കയ്യിൽ ഇത് ഒരിക്കലും എത്താൻ പാടില്ല എന്ന് സിയൻ അവളെ വിളിച്ചത് ഇതാണ് എന്ന് സിയൻ പറയുന്നത്. അവൾ എടുക്കാൻ പോകുമ്പോഴാണ് ഫോണിക്സ് ഡ്രൈവ്. അതിലുള്ളവര് അങ്ങോട്ട് വരുന്ന സിയോനോട് നമ്മൾ പിന്നെയും മീറ്റ് ചെയ്തു. ആകെ മൊത്തം പണി. ഫെങ്ക്യൂങ്ങർ ആ ഫോണിക്സ് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ട് ഞെട്ടി. എന്നാൽ സിയോൻ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. സിയാൻ ഈ ഈബിൾ വേർഡ്സ് വളരെ അനോയിങ് ആണല്ലോ. ഫെങ്ക്യൂങ്ങർ ഷിയോനോട് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ കൊല്ലും. അതിട്ട് ഷോങ് പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ചെയ്യുമെന്നാണ്. ഏൻഷ്യന്റ് ഡ്രാഗൺ വീറോ എന്ന് ഷോങ്. അടുത്തുള്ള ജൂഫങ് ചെറിയ ഡ്രാഗൺ ബ്ലഡ് ലൈൻ ഉണ്ടെന്ന് കരുതി ഇത്രയും വേണം, അവർ പോകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് ഫൈറ്റിന് റെഡിയായി. ഷോങ് വളരെ ടെറിഫിക് ആയ പവർ എടുത്ത് ഇത് ഹെവൻ ഡീമൻ ഫോണിക്സ് ട്രൈബിനെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് വരികളി ഷേവൻ എന്ന ഇത് ഫോണിക്സിനോ ഡ്രാഗണോ ആർഗത് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ പപ്പറ്റിനെല്ലാം നിരത്തിർത്തി ഒരുപാട് ടൗസും കൂടി ടൗസനും. അങ്ങനെ അവരുടെ ഫൈറ്റ് തുടങ്ങി. ഷോങ് എന്ന ഡ്രാഗൺ വീർ നേരിടുന്നത് ടൈഗറിനെയാണ്. അവരുടെ ട്രൈബിന് അടിച്ച് പുറകോട്ടാക്കി. എന്റെ പവർ എടുത്തില്ല എന്നിട്ടും പോയോ. അവരുടെ ഫൈറ്റ് അവിടെ നടക്കുമ്പോൾ ഇഷ്യാന്റെ അടുത്തേക്ക് ലൈവ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്റെ ലൈറ്റിനിങ് സ്പീഡ് അവർ പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്നാ പോയിസൺ ഉപയോഗിച്ചിരുന്നു എന്നാ എന്റെ എനിക്കാണ്. അതവിടെ നടക്കുമ്പോൾ ഫോക്സ് ക്ലാനുള്ളത് ടൈൻഹുവിനെയാണ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. ഫയർ കൺട്രോളോ കൊള്ളാലോ അതിന്റെ ടൈൻഹു എന്നാ എന്റെ ഓപ്പോണന്റ് വീക്ക് കണക്കിന് ഞാൻ എങ്ങനെ എന്റെ ഫുൾ പവർ ഉപയോഗിക്കും. ഹുവാങ്ഷുവാനെ എല്ലാ പപ്പറ്റും കൂടി ഇട്ട് പൊട്ടിക്കുകയാണ്. എങ്കിൽ ആ ഡൗ സോങ്ങിനെയൊക്കെ മാറ്റുമ്പോഴുണ്ട് ആ ഡൗ എനറേറ്റ് ലെവലിലുള്ള പപ്പറ്റ് അടിച്ച് തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഫെങ്ക്യൂങ്ങറിനോട് ആൻസെസ്ട്രൽ പവർ ആ സ്പിരിറ്റ് അവേക്കൺ ചെയ്യാനുള്ള ഫോർമേഷൻ സെറ്റ് ചെയ്യാൻ പറയുകയാണ്. ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന അവള് മാറിയിട്ട് അത് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് സിയൻ നിനക്ക് മാത്രമേ കഴിയുന്നാണോ. ആളവിടെ ചെയ്യാൻ തുടങ്ങിയ സമയം ഷിയോന് ജൂഫങ് ആയിട്ടുള്ള ഫൈറ്റ് അടിച്ച് പുറകോട്ടാക്കി. നോക്കുമ്പോൾ പവർ അത് ഫോണിക്സിന്റെ സ്റ്റാച്ചുവിന് കൊടുക്കുകയാണ്. ഈ ആൻസെസ്ട്രൽ ബ്ലഡ് ലൈനുള്ളവർക്ക് ഏൻഷ്യന്റ് ബ്ലഡ് ലൈനുള്ളവർക്ക് ഇങ്ങനത്തെ സീക്രട്ട് സ്കില്ലൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ആ ആൻസെസ്ട്രൽ പവർ കൊടുത്ത് അവശേഷിക്കുന്ന പവർ അത് വെച്ചാൽ ഫോണിക്സിന് ജീവൻ വെപ്പിക്കാനായിരിക്കും നോക്കുന്നത്. അതിന്റെ എനർജി അത്ര ടെറിഫിക് ആയിരുന്നു. നീയൊക്കെ കഴിഞ്ഞു എന്ന് ജൂഫങ്. കാരണം ഏൻഷ്യന്റ് ബീസ്റ്റുകളാണ് ടോപ്പ് 3-ലുള്ളതാണ്. എതിർക്കാ ലെവലുള്ള ബീസ്റ്റിനെ പറ്റൂ. എന്നാൽ സിയാനോ അവള് ചെയ്യാൻ തുടങ്ങി. അവളുടേത് ഏൻഷ്യന്റ് ബോയ് ഡ്രാഗൺ ആണല്ലോ. അവളുടെ ആ ബ്ലഡ് ലൈൻ അത് യൂസ് ചെയ്ത് ഏൻഷ്യന്റ് ഡ്രാഗൺ സ്പിരിറ്റിനെ അവേക്കൺ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവള് ഏൻഷ്യന്റ് ബോയ് ഡ്രാഗൺ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. അത് തടയാൻ പറയുന്ന ഫെങ്ക്യൂങ്ങർ അവൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്ത് ആ ഏൻഷ്യന്റ് ബോയ് ഡ്രാഗൺ വന്ന് നിൽക്കുകയാണ്. രണ്ട് ആൻസെസ്ട്രൽ സ്പിരിറ്റുകൾ തമ്മിലുള്ള ഫൈറ്റാണ്. ഡ്രാഗൺ ഗർജിക്കുന്നു, ഫോണിക്സ് ഗർജിക്കുന്നു, പൂ. പിന്നെ ആയും കോയും കൂടെ തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് പിന്നെ പോകുന്നത്. ആദ്യമൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഫോണിക്സ് അതൊരു അറ്റാക്കാണ് മുൻപിൽ നിൽക്കുന്നത്. എതിർക്കാൻ നോക്കുന്ന രീതിയിലുള്ള ഡ്രാഗൺ വലിച്ച് താഴെ കിടുന്നു, കാല് വെച്ചെടുക്കുന്നു. അതിനെ കുറച്ചേരെ. എന്നാൽ പിന്നെ ഡ്രാഗൺ ഫോണിക്സിന്റെ ചിറക് കടിക്കുന്നു, ചുരുട്ടി പിടിക്കുന്നു, കൊച്ചുള്ളരിയുന്നത് പോലെ എന്തോന്നിട്ടേ കാണിക്കുന്നേ. എന്ത് തന്നെയായാലും വാല് വെച്ച് ഒറ്റാട്ടി അതിൽ അത് താഴേക്ക് വീഴുന്നതാണ്. അത് വലിയ ഉയർത്തെഴുന്നേറ്റ് സ്പീഡിന് വരുന്ന ഡ്രാഗൺ തിരിച്ച് സ്പീഡിന് വരുന്ന അവസാനം കൂട്ടിലിച്ചു വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടായി. നോക്കുമ്പോൾ ഏൻഷ്യന്റ് ഫോണിക്സ് ഇല്ലാതായി പോയി. അതായത് റിമൈൻസ് ആയ പവർ ആൻസെസ്ട്രൽ പവർ ആ സ്പിരിറ്റ് അത് ഇല്ലാതായി. ഏൻഷ്യന്റ് ബോയ് ഡ്രാഗൺ സ്ട്രോങ് തന്നെയാണ്. ഇനി അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അത്
കൊണ്ട് തന്നെ അവരോട് പോകാൻ വേറെ ഫോണിക്സ് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമെന്ന് നോക്കാനും പറഞ്ഞ് അവരോട് നിന്ന് പോവുകയാണ്. അത് പോയപ്പോഴാണ് സിയാന്റെ ഡ്രാഗൺ ഡിസപ്പിയർ ചെയ്തത്. അത് മാത്രമല്ല അവൾ താഴേക്ക് വിടുന്നു പഴയ ഫോമിലേക്ക് മാറി. സിയ വന്ന് പിടിച്ചു, അവൾക്ക് കുഴപ്പമില്ല, ആദ്യം ഫോണിക്സ് ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാനായിട്ട് പറയുകയാണ്. അതിനുശേഷം അവര് അടുത്ത എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഷിയൻ വന്ന് സോൾ ഒറിജിൻ ഫ്രൂട്ട് കിട്ടി, അവൾക്ക് വേണ്ടതും കിട്ടി, ഇനി ലെവലിന് കോമ്പാറ്റ് ടെക്നിക്ക് ഉണ്ടോ എന്ന് നോക്കണം. അതിന് സിയ പേടിക്കണ്ട, എന്റെ സ്പിരിച്വൽ പവർ സ്പെഷ്യൽ പവർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു റൂമിലേക്ക് എത്തുകയാണ്. ഇവിടെ കാണുമെന്ന് ഉറപ്പാണ്. എന്റെ സ്പെഷ്യൽ പവർ ഇവിടെയാണ്. നല്ല ഫ്രാഗ്നൻസ് ആയ സ്മെല്ല് വരുന്നത്. അവരെത്തിയത് പിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലേസിലാണ്. ഓർക്കണം, ഇതൊരു ഡൗസൈൻറ്റിന്റെ പ്ലേസ് ആണ്. അങ്ങനെയൊക്കെ കാണും. എന്നാൽ അവിടെ പോയിസണാണ്. അവരുടെ ആന്റിഡോസ് കഴിക്കാൻ പറയുന്നു. എന്നിട്ട് സെർച്ച് ചെയ്യും. സിയെ എന്തോ മെഡിസിൻ കണ്ട് പോകാൻ നേരം കഴിക്കുവെണ്ണേ. അതിനുശേഷം അവർ അന്വേഷിക്കാൻ പോയി. അവൾ കണ്ട പിൽസ് അത് കഴിക്കാൻ വന്നപ്പോൾ ഷേവേനെടുത്തു. എല്ലാം വായിലേക്ക് ടാകില്ലേ. എനിക്ക് ഇവിടെ ലെവൽ 9 പിൽസ് ഉണ്ടാകില്ല എന്നതിന് ഒരു ഡൗസൈൻ ലെവൽ അല്ലെങ്കിൽ ഡൗസൈൻ ലെവലുള്ളവർക്ക് അങ്ങനെ ഉണ്ടെന്ന് കരുതി ലെവൽ 9 പിൽസ് അത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആ ലെവലുള്ള ആൽക്കമിസ്റ്റ് ആകണം. അവളാണ് ഒരു സൗണ്ട്. സിയാൻ വന്ന ആ സൗണ്ട് ഉള്ള ഭാഗത്ത് പയ്യെ തുറന്നു നോക്കുമ്പോൾ ഒരു സ്പിരിറ്റാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. പിൽസും കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ക്യൂട്ടാണ്. അത് കണ്ട ഉടനെ ശിവൻ ഷോക്കായി പോയി. പിൽസ് മോൺസ്റ്ററോ അതവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. ഡൗസൺ ലെവലുള്ളവർക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല. അത്ര പാടാണ്. എന്നാൽ സിയാൻ അവളുടെ സ്പേസ് വാരിയർ സ്കിൽ യൂസ് ചെയ്ത് ലോക്കാക്കി എൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകുന്നു. ശിവനോട് പിൽസ് മോൺസ്റ്റർ അത് പറഞ്ഞത് ചോദിക്കുമ്പോൾ ഇത് പിൽസ് കഴിക്കുന്നു, ഇതിന്റെ എസൻസ് അത് പുറത്തു നിർത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതാണ് ലെവൽ 9 പിൽസ് എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കില്ല, ഇതിന്റെ ഒറിജിനൽ ബോഡി കണ്ടിട്ട് ഒരു മോൺസ്റ്ററിന്റെ ആണ്. അങ്ങനെ 8 അല്ലെങ്കിൽ 9 കളറുടെ ലൈറ്റിംഗ് പിൽസ് ആണ് 9 ലെവലിന്റെ ക്ലോസ് ആയത്. ഹൈ ലെവൽ പിൽസ് അതിന് ബോഡി ട്രാൻസ്ഫോർ ചെയ്യാൻ കഴിയും. വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഇത് വളരെ റെയറും വാല്യൂ ഉള്ളതാണ്. എസ്കേപ്പ് ആകരുത്. അതിലൊരു വഴിയുണ്ട്. സംഭവം പിൽസ് തന്നെയാണ് കൊടുക്കുന്നത്. അതോടെ അത് പോകുന്നില്ല. ഇത് ഇഷ്ടപ്പെടാത്ത സിയൻ അവിടെ ഉണ്ട്. ഒരുപാട് ലെവൽ 6 പിൽസ് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇത്ര പോലും തന്നിട്ടില്ല, ഞാൻ ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങുമ്പോൾ അവൾക്ക് ലെവൽ 7 പിൽസ് കൊടുത്തിട്ട് സോറി പറയാണ്. അവളാണ് അതിന്റെ അതിന് ഒരു പെണ്ണ് പിടിക്കുന്നത് കയ്യിലെടുത്തത്. ഇത് എനിക്കുള്ളതാണ്. അത് ആരെന്ന് അടുത്ത എപ്പിസോഡിലൊക്കെ മനസ്സിലാകും. അതുപോലെ ഡൗ വെനറേറ്റ് ലെവലുള്ളവര് പവറൊക്കെ കണ്ടിട്ട് ഡൗ സെയിന്റ് ലെവലുള്ളവരുടെ ഒക്കെ പവർ ഇനി കാണാൻ പോകുന്നുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്ക്. ബൈ.